ചെക്കനെ കാണാനില്ലോ, നേരമായി. മുതലാളി വരുന്നതിൻ്റെ മുമ്പ് എത്തിയാൽ മതിയായിരുന്നു. നാടാടൊരു പണിക്കിറങ്ങാന്നുള്ളൊരു ചിന്ത ഒന്നുമില്ല ഈ ചെക്കന്. എത്തി കിട്ടിയപ്പത് അച്ചോ ഇതൊക്കെ ഒന്നങ്ങോട്ട് വലിച്ചെറിഞ്ഞാണ് ചക്ക. ഏയ് പണിക്ക് വന്നതാ. ഒന്ന് പിടിച്ച അടിയിൽ കുറച്ചും കൂടി അടിയിലേക്ക് പിടിച്ചോ. അങ്ങോട്ട് വെച്ച് തലേന്ന് തലേരിക്ക് ഉണ്ട് അന്റെ തലയിലേക്ക് വെക്കണത്. ഇതിന്റെ കയ്യിലും ചളിയാ വെക്കി ഒരു തൊപ്പി പോയിക്കോ അവിടുന്ന്. ആരാഞ്ഞിപ്പോ അത്? അതെ, പിന്നെ കഴിക്കാതെ. ആ കഴിക്കോ വെച്ച് ബീഫൊക്കെ കഴിക്കും. ആ മാക്കുണ്ണിയേ എടാ, ഞാൻ മുരളുടെ അവിടെ നിന്ന് പോയിട്ട് വന്നാ. 10 minutes later. ഇത് കൂടി ഒരു വഴിയുണ്ടോ? എന്താ മുതലാളി തന്നിക്കണു? അടിപൊളി ബീഫാണല്ലോ. തിന്നു നോക്കിയാലോ? അച്ഛൻ എടുത്തു നോക്കാം. ബീഫ് എപ്പോഴേക്ക് എത്തണോ? ഈ ചെക്കനിട്ട് കാണാനില്ല. ഒന്നും പാടെ തിന്നാലോ? അയ്യോ, ഇനിയിപ്പൊ അച്ഛൻ അറിയപ്പോ തീർന്ന് എടുത്തത് എന്നോടാ കളി. ഓ, മണി 10:45. ചായയുടെ നേരമായല്ലോ. ഇന്നപ്പോൾ ചെക്കൻ വരുമ്പോഴേക്ക് 4 പൊറാട്ട പൊടിച്ചിട്ട് വരാം. 2 ഓനും 2 എന്താ എത്ര നേരം വഴുകാൻ? വേഗം എത്തേണ്ടതാണല്ലോ. ഒന്നും പാടെ നോക്കാം, തിന്നു നോക്കാം. അച്ഛനോട് എന്തെങ്കിലുമൊക്കെ പറയാം. രണ്ട് മൂന്ന് മഴ കൊണ്ടന്നെ പൊന്ത പിടിച്ചല്ലോ ഇവിടെയൊക്കെ കൂടി. അച്ഛോ, അച്ഛനങ്ങട്ടെ പോയി. ഇത് ചിലപ്പോ നിക്കുള്ള തന്നെ കാരം. അച്ഛനെ ബീഫും പൊറാട്ടയും ചായയും കുടിക്കാനേ പോയതേ കാരം. ഷഹനാസിന്റെ പൊറാട്ടയും അരിക്കാക്കാൻ്റെ അടുത്ത ബീഫും അതൊരു പിടിക്കും. ഞാൻ 2-3 കൊല്ലം മുമ്പ് തിന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും നാവുന്ന പോയിട്ടില്ല എന്നുള്ളതാ. എന്താ ബീഫിൻ്റെ ടേസ്റ്റ്! ഇതൊക്കെ കഴിഞ്ഞോ? എനിക്ക് മാറ്റി വെച്ചിട്ടുണ്ടോ? അപ്പൊ മുതലാളിയാത്ത നിക്കുന്നല്ലേ? നിങ്ങൾ ചാടിക്കാൻ പോയതല്ലോ. അപ്പൊ അന്നെന്താ കുഴിച്ച മൂടാൻ വേണ്ടിട്ടോ? അണക്കം കൂടിയുള്ള പൊറാട്ട ഞാൻ കൊടുക്കുന്നത്. 2 കൂടി തിന്നാ അണക്ക് കൊടുത്തരാ. പോയിക്കല്ലേ അവിടുന്ന്. അന്നെ പണിക്കും വേണ്ട, ഒരു സ്ഥലത്തിനും വേണ്ട. പോയിക്കോ അവിടുന്ന്. അച്ഛാ, പൊറാട്ട പണിക്കുന്ന പണ്ട് നിൽക്കണ ചേച്ചി പോയിക്കോ.